അങ്ങനെ വീണ്ടും നമ്മുടെ പവർ ടീം തന്നെയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. നന്നായിട്ട് കളിച്ചു കേട്ടോ. ഋഷി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സായി ആണെങ്കിലും നന്നായിട്ട് കളിച്ചു. ഫസ്റ്റ് ടാസ്കിൽ സായി ജയിച്ചു. ആ ഒരു ബ്രെഡ് തിന്നുന്ന ടാസ്കിൽ. രണ്ടാമത്തെ ടാസ്കിൽ വെള്ളം കുടിക്കുന്നതായിരുന്നു. അതും നേരത്തെ ആദ്യത്തെ ടാസ്ക് കണക്ക് തന്നെ കൈ കൊണ്ട് ഒക്കെ ബാലൻസ് ചെയ്യുന്നതായിരുന്നു. വെള്ളം കുടിച്ചത് 11 ഗ്ലാസ് അങ്ങോട്ട് വെള്ളം നമ്മുടെ സിബും കുടിച്ചു. നോറയ്ക്ക് 1 ഗ്ലാസ് അങ്ങോട്ട് കുടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഫുട്ബോൾ കളിയിലും ജയിച്ചത് നമ്മുടെ ഋഷിയാണ്. സായിക്ക് ഏതാണ്ട് 1-2 അങ്ങോട്ട് അടിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ആ സമയം ഋഷിക്ക് 11 ബോൾ അടിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഗെയിം കളിച്ചു. അതുകൊണ്ട് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ഇവർ തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ചിരുന്നതും ഇവർ തന്നെ വീണ്ടും ഈ ഒരു പവർ ടീമിലേക്ക് വരണമെന്നാണ്. കാരണം എന്നാൽ മാത്രമേ ഇവരുടെയൊക്കെ ഗെയിം ഫുള്ളായിട്ട് പുറത്തേക്ക് വരത്തുള്ളൂ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ വീക്ക് മിക്കവാറും ജാൻമണിയും അതുപോലെ ശരണ്യയും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പോകുകയെന്നുണ്ടെങ്കിൽ വേറെ 2 ടീമിൽ നിന്നും ഓരോരുത്തരെ എടുക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാളെങ്കിലും എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ മിക്കവാറും സിബിൻ എടുക്കുന്നത് സായി ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അൻസിബ എടുക്കുന്നത്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എടുക്കും. അതല്ല 2 പേരെടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അൻസിബയും സായും തന്നെ ആയിരിക്കും ഈ ഒരു പവർ ടീമിലേക്ക് വരാൻ പോകുന്നതും. നോക്കാം നമുക്ക് എന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത ഈ ആഴ്ച കിട്ടിയപ്പോൾ ഇവരുടെ ഗെയിം ഇങ്ങനെ. വീണ്ടും അടുത്ത ഒരാഴ്ചയിലും കൂടെ കിട്ടുവാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന പുകിലെന്ന്. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് ഗെയിം കളിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം.